നമസ്കാരം. ഹൂത്തികൾ നിരന്തരമായി നടത്തുന്ന ആക്രമണത്തിന് കനത്ത തിരിച്ചടിയുമായി ഇസ്രായേൽ. കഴിഞ്ഞ ദിവസം ഹൂത്തി മുതൽ ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. ഏതാണ്ട് 22ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതിന് തിരിച്ചടിയായിട്ടാണ് ഇന്നലെ സനായിലെ ഹൂത്തി ആസ്ഥാനങ്ങൾക്ക് നേരെ ഇസ്രായേൽ അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തിയത്. ഏതാണ്ട് 20ഓളം യുദ്ധവിമാനങ്ങൾ, അവയ്ക്ക് ഇന്ധനം നിറയ്ക്കാൻ ആവശ്യമായ മറ്റ് സംവിധാനങ്ങളുള്ള വിമാനങ്ങൾ അടക്കം വലിയൊരു സൈനിക ശക്തിയാണ് സനായിലേക്ക് പുറപ്പെട്ടത്. ഏതാണ്ട് 2200 കിലോമീറ്റർ ദൂരം പിന്നിട്ടാണ് ഇവർ സനായിൽ ആക്രമണം നടത്തിയത്. ഹൂത്തി മുതലയുടെ പ്രധാനപ്പെട്ട സൈനിക ആസ്ഥാനം തന്നെ തകർത്തു എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അവരുടെ ആയുധ സംഭരണ കേന്ദ്രങ്ങളും ഡ്രോൺ വലിയ ശേഖരം ഉണ്ടായിരുന്നതൊക്കെ തന്നെ തകർത്ത് തരിപ്പണമാക്കി എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ അവകാശപ്പെടുന്നത്. ഹൂത്തികളും ഇപ്പോൾ ഇക്കാര്യം സമ്മതിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് 8 പേർ കൊല്ലപ്പെട്ടു എന്നാണ്, നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും. കഴിഞ്ഞ ദിവസം ബാലിസ്റ്റിക് മിസൈൽ എങ്ങനെയാണ് ഇസ്രായേലിലേക്ക് കടന്നു കയറിയത് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും അന്വേഷണം നടക്കുകയാണ്. കാരണം ഇസ്രായേലിനെ പോലെ ഇത്രയും മികച്ച മിസൈൽ പ്രതിരോധ സംവിധാനമുള്ള ഒരു രാജ്യത്ത് എങ്ങനെയാണ് ഹൂത്തികൾ അയച്ച മിസൈൽ കടന്നു കയറിയത് എന്നുള്ളത് ഇപ്പോഴും അവർക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. ഒരുപക്ഷെ എന്തെങ്കിലും സാങ്കേതിക പിഴവ് ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് സ്വാഭാവികമായി ഇപ്പോഴും എല്ലാവരും സംശയിക്കുന്നത്. ഏതായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഹൂത്തി വിമതരാണ് ഇപ്പോഴും അവർക്ക് നിരന്തരമായി ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് 19ാമത്തെ തവണയാണ് ഇന്നലെ ഹൂത്തി കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത്. എന്നിട്ടും അവർ എങ്ങനെയാണ് വീണ്ടും ആയുധങ്ങൾ സംഭരിച്ചുകൊണ്ട് ഇസ്രായേലിന് നേർക്ക് ആക്രമണം നടത്തുന്നത് എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇറാൻ തന്നെയാണ് ഇവർക്ക് എല്ലാവിധ സഹായങ്ങളും നൽകുന്നത്. ഹൂത്തികൾക്ക് സനായിൽ പ്രധാനമായി അവിടുത്തെ പഴയ തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും എല്ലാം തന്നെ അവരുടെ കൈവശമാണ് ഇപ്പോഴുള്ളത്. അവിടെയുള്ള പാവ സർക്കാരിനെ നിഷ്ക്രിയരാക്കിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നേരിട്ട് നടത്തുന്നത് ഹൂത്തി മുതൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇവർ ഇസ്രായേലിനെതിരെ നിരന്തരമായി ആക്രമണം നടക്കുന്നത്. 2023 ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയതിന് തൊട്ട് പിന്നാലെ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ഹൂത്തികൾ ആക്രമണം തുടങ്ങിയത്. ആദ്യം ചെങ്കടൽ വഴി കടന്നു പോകുന്ന ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളാണ് ഇവർ ആക്രമിച്ചിരുന്നത് എങ്കിൽ പിന്നീട് ഇതുവരെ കടന്നു പോകുന്ന എല്ലാ കപ്പലുകളെയും ആക്രമിക്കുന്ന രീതിയിലേക്ക് അവർ മാറി. അതിനെ തുടർന്ന് അമേരിക്ക അവരുടെ പടക്കപ്പലുകൾ ഈ മേഖലയിൽ വിന്യസിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും ഹൂത്തി മുതൽ ഇപ്പോഴും ഇസ്രായേലിലേക്ക് നിരന്തരമായി ആക്രമണം നടത്തുന്നു. പല സന്ദർഭങ്ങളിലും ഇവർ അയച്ച ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിൻ്റെ അയൺ ഡോം പ്രതിരോധ സംവിധാനത്തിൻ്റെ കണ്ണ് തെറ്റിച്ചുകൊണ്ട് ഇസ്രായേലിലേക്ക് കടന്നു കയറിയിരുന്നു. പക്ഷേ അന്ന് നടന്ന ആക്രമണങ്ങളൊന്നും തന്നെ ആർക്കും ഗുരുതരമായ പരിക്കേൽക്ക് കൊല്ലപ്പെടുകയോ ചെയ്തിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇവരുടെ ആക്രമണം കൂടുതൽ ശക്തമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണം തെക്കൻ ഇസ്രായേലിലെ ഒരു റിസോർട്ടുകൾ ധാരാളമുള്ള ഒരു കേന്ദ്രത്തിലേക്കാണ് അവർ നടത്തിയത്. വിദേശ ടൂറിസ്റ്റുകളെ കൂടി ലക്ഷ്യമാക്കി ആയിരിക്കാം ഒരുപക്ഷേ ഹൂത്തികൾ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയത് എന്ന് വേണം കരുതാൻ. ഏതായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഹമാസിനെയും ഹിസ്ബുള്ളയും പോലെ തന്നെ ഹൂത്തി വിമതരെയും പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. ഇനിയുള്ള ദിവസങ്ങളിലും ഹൂത്തികൾക്ക് നേരെ സനായിലേക്ക് അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തും എന്ന് തന്നെയാണ് ഇസ്രായേൽ സൈനിക വക്താക്കൾ ഇന്നലെ വീണ്ടും വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു അന്തിമ പോരാട്ടത്തിൻ്റെ കാലഘട്ടമാണ് ഇത്. ഹമാസിനെ പൂർണ്ണമായും ഗാസയിൽ നിന്ന് ഒഴിവാക്കുന്നതിനൊപ്പം തന്നെ അവർക്ക് സഹായമാകുന്ന ഹൂത്തി വിമതരെയും ഹിസ്ബുള്ളയും തന്നെ ഇല്ലാതാക്കുന്ന പ്രവൃത്തിയും മറുവശത്ത് തുടരുന്നുണ്ട്. ലെബനനിൽ ഹിസ്ബുള്ള തീവ്രവാദികൾ ഏതാണ്ട് കീഴടങ്ങിയ മട്ടാണെങ്കിൽ പോലും ഇടയ്ക്ക് അവരും തലമുക്കി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അവിടെ ആക്രമണം നടന്നതിൽ സിറിയൻ അതിർത്തിയിൽ ചില ഹിസ്ബുള്ള ക്യാമ്പുകളുണ്ട് എന്നുള്ള വിവരം പുറത്തു വന്നിരുന്നു. അവിടെയൊക്കെ തന്നെ അതിശക്തമായ തോതിലുള്ള ആക്രമണം തന്നെയാണ് ഇസ്രായേൽ നടത്തുന്നത്. ഏതായാലും വരും ദിവസങ്ങളിലും ഹൂത്തി വിമതർക്ക് നേരെ അതിശക്തമായ തോതിലുള്ള ഏറ്റുമുട്ടൽ നടത്താൻ തന്നെയാണ് ഇസ്രായേൽ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം ഹമാസിനെയും ഹിസ്ബുള്ളയൊക്കെ അപേക്ഷിച്ച് എത്ര അടിച്ചമർത്തിയിട്ടും ഇപ്പോഴും ഇവർ എങ്ങനെയാണ് ഇങ്ങോട്ട് ആക്രമണം നടത്തുന്നത് എന്നുള്ള ഒരു ആശങ്ക തന്നെയാണ് ഇപ്പോഴും ഇസ്രായേലിനുള്ളത്.